അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരങ്ങളെ, ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. അതിനോടനുബന്ധിച്ച് ഇന്നത്തെ UAE ജുമുഅ ഖുതുബ ആഫത്തുൽ മുഖദ്ദിറാത്ത്, മയക്കുമരുന്നുകളുടെ മഹാവിപത്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഭയഭക്തിയുള്ളവരാവുകയും ഓരോരുത്തരും നാളേക്കു വേണ്ടി എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, കാരണം അള്ളാഹു തആല നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. സത്യവിശ്വാസികളെ, അള്ളാഹു തആല അവൻ്റെ മതസംഹിത സംവിധാനിച്ചിരിക്കുന്നത് തൻ്റെ അടിമകളോടുള്ള കാരുണ്യത്തിൽ അധിഷ്ഠിതമായാണ്. അങ്ങനെ ആ നിയമസംഹിതയിലൂടെ അള്ളാഹു അടിമകളുടെ മതത്തെയും ശരീരത്തെയും ബുദ്ധിയെയും സമ്പത്തിനെയും അഭിമാനത്തെയും സംരക്ഷിക്കുകയാണ്. വിശുദ്ധ ദീൻ പരമമായി സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഈ 5 കാര്യങ്ങളെയും ഒരുപോലെ വെല്ലുവിളിക്കുകയും അതിനപകടം തീർക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ലഹരി വസ്തുക്കളുടെയും മയക്കുമരുന്നുകളുടെയും ഉപയോഗമാണ്. ലഹരി നമ്മെ കൊന്നുകളയുന്ന വിഷമാണ്, അതിമാരകമായ രോഗമാണ്. ആര് ലഹരിക്ക് അടിമപ്പെടുന്നുവോ അവനെ സർവനാശത്തിലേക്കാണ് അത് കൊണ്ടെത്തിക്കുന്നത്. അങ്ങനെ ആരാലും ഓർക്കപ്പെടാത്ത അത്യന്തം നിസ്സാരനായി മാറുന്നു ലഹരി ഉപയോഗിക്കുന്നവർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമ വമൻ യഫ്അൽ ദാലിക ഉദ്വാനൻ വളുൽമ ഫസൗഫ നുസ്ലീഹി നാറ. നിങ്ങൾ നിങ്ങളെ തന്നെ വധിച്ചു കളയരുത്, നശിപ്പിക്കരുത്. അല്ലാഹു നിങ്ങളോട് ഏറെ കരുണയുള്ളവനാണ്. ഇനി അന്യായമായും അക്രമമായും ആര് സ്വന്തത്തെ വധിച്ചു കളയുന്നുവോ അവനെ നരകത്തീയിലിട്ട് നാം കരിക്കുക തന്നെ ചെയ്യും. അള്ളാഹു വിലക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുക വഴി സ്വന്തത്തിന് നാശം വരുത്തി വെക്കുന്നവർക്കുള്ള അതിശക്തമായ മുന്നറിയിപ്പും താക്കീതുമാണ് അള്ളാഹു ഇവിടെ നൽകുന്നത്. പ്രവാചകർ അതിനടിവരയിട്ടുകൊണ്ട് ഇങ്ങനെ പറയുന്നതു കാണാം, മൻ ഖതല നഫ്സഹു ബിസുമ്മിൻ ഫസുമ്മുഹു ബിയദിഹി യതഹസ്സാഹു ഫീ നാരി ജഹന്നം ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ. ആരെങ്കിലും ഒരാൾ വിഷം കഴിച്ചുകൊണ്ട് സ്വന്തത്തെ നശിപ്പിക്കുന്നുവെങ്കിൽ, ആത്മഹത്യ ചെയ്യുന്നുവെങ്കിൽ അന്ത്യനാളിൽ നരകത്തിൽ ശാശ്വതവാസിയായി ആ വിഷം ഉപയോഗിച്ചുകൊണ്ടു തന്നെ അവൻ ഇരിക്കേണ്ടി വരുമെന്ന് പ്രവാചകർ മുന്നറിയിപ്പ് നൽകുന്നു. ലഹരി വസ്തുക്കൾ ഏറ്റവും അപകടകരമായ വിഷമാണ്. അത്ഭുതകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്വന്തം കുടുംബത്തിനും മക്കൾക്കും ആവശ്യമായതിനു പോലും സമ്പത്തു ചെലവഴിക്കാതെ സ്വന്തം ശരീരത്തെ നശിപ്പിച്ചു കളയുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ലഹരികൾക്കു വേണ്ടി ആ സ്വത്ത് ചെലവഴിക്കുന്ന ആളുകളുടെ കാര്യമാണ്. പ്രവാചകർ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അൻ ഉംരിഹി ഫീമാ അഫ്നാഹ് വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹ് വഫീമാ അൻഫഖ. ആയുസ് എങ്ങനെ ചെലവഴിച്ചുവെന്നും സമ്പാദ്യം എങ്ങനെ നേടിയെന്നും എന്തിനു ചെലവഴിച്ചുവെന്നും ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് എന്തു മറുപടിയായിരിക്കും അത്തരം ആളുകൾക്ക് പറയുവാനുണ്ടാവുക? അള്ളാഹു തന്നെ ആദരിച്ചിരിക്കുന്ന ബുദ്ധിയുടെ വെളിച്ചമെന്ന വലിയ അനുഗ്രഹത്തെ എന്നേക്കുമായി കെടുത്തിക്കളയാൻ എങ്ങനെയാണ് അവനു സാധിക്കുന്നത്? ഇമാം ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്,
ലൗ കാനൽ അഖ്ലു യുസ്തറ ലതഗാല الناس في ثمنه فالعجب لمن يشتري بماله ما يفسده. ബുദ്ധിയെങ്ങാനും വിൽപ്പനക്ക് വെക്കപ്പെട്ടിരുന്നുവെങ്കിൽ ആളുകൾ ഏറ്റവും വലിയ വില നൽകി അത് വാങ്ങുമായിരുന്നു. അപ്പോൾ പിന്നെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ സ്വന്തം ബുദ്ധിയെ നശിപ്പിക്കാൻ വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നവരുടെ കാര്യമാണ്. ഈ വസ്തുതകളെല്ലാം അറിഞ്ഞുകൊണ്ടു തന്നെ പിന്നെയും എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ലഹരി കീഴ്പ്പെടുത്തുന്നത്? അങ്ങനെ നാം പരാജിതരായി മാറുന്നത്. പ്രവാചകർ പഠിപ്പിച്ചതുപോലെ ലാ യഅരിഫു മഅറൂഫ വലാ യുൻകിറു മുൻകറ ഇല്ലാ മാ ഉശ്രിബ മിൻ ഹവാ. സ്വന്തം ഇച്ഛകൾക്കു വിധേയപ്പെടുക എന്നതല്ലാതെ നന്മകളോ തിന്മകളോ വേർതിരിച്ചറിയാൻ പോലും ലഹരിക്കടിമപ്പെട്ടവന് സാധിക്കുകയില്ല. കാരണം ഇച്ഛകൾ അവനെ കീഴ്പ്പെടുത്തുകയും അള്ളാഹുവിനെ സ്മരിക്കുന്ന കാര്യങ്ങളിൽ അവനെ അശ്രദ്ധനാക്കുകയും ചെയ്തിരിക്കുന്നു. അതുവഴി സ്വന്തം കുടുംബത്തിന് ദുഃഖവും പരാജയവും വന്നുചേരുന്നു. സന്തോഷപൂർണമായ ജീവിതത്തിനു ശേഷം ദുരിതങ്ങൾ അവരെ പിടികൂടുന്നു. സ്നേഹസമ്പന്നമായ പരസ്പര ബന്ധങ്ങൾക്കു പകരം ശത്രുത ഉടലെടുക്കുന്നു. അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ്. മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും വളർത്തുവാനും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും നിസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനുമാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, കരുതലോടെ ഇരിക്കുക. ബുദ്ധിശാലി ഒരിക്കലും സ്വന്തം ശരീരത്തെ നശിപ്പിച്ചു കളയുകയില്ല. സ്വന്തം സൽപ്പേരിന് കോട്ടം വരുത്തുകയോ സമ്പത്ത് ദുർവ്യയം ചെയ്യുകയോ മക്കളെ വൃഥാവിലാക്കുകയോ കുടുംബത്തെ ശിഥിലപ്പെടുത്തുകയോ ചെയ്യില്ല. കാരണം പ്രവാചകരുടെ മുന്നറിയിപ്പ് അവനറിയാം. കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുളയ്യിഅ മൻ യഊൽ. തന്നെ ആശ്രയിച്ചു ജീവിക്കുന്നവരെ വൃഥാവിലാക്കുന്നതു മാത്രം മതി ഒരാൾക്ക് കുറ്റക്കാരനായി മാറാൻ. സത്യവിശ്വാസികളെ, നമ്മുടെ കുടുംബം സുഭദ്രമായ കോട്ടയാണ്, സുരക്ഷിതമായ അഭയകേന്ദ്രമാണ്. നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീടകങ്ങളിൽ അവരെ ആകർഷിക്കുന്ന മാതൃകകൾ ലഭിച്ചില്ലെങ്കിൽ, അവരുടെ ഹൃദയത്തെ തലോടുന്ന സ്നേഹം അനുഭവപ്പെട്ടില്ലെങ്കിൽ, അവരുടെ ബുദ്ധിക്ക് സംതൃപ്തി നൽകുന്ന സംഭാഷണങ്ങൾ വീടുകളിൽ നടന്നില്ലെങ്കിൽ, അവർ സ്വാഭാവികമായും തിന്മയുടെ കൂട്ടുകാരുമായി സഹവാസത്തിലാവും. അർറജ്ലു അലാ ദീനി ഖലീലിഹി. ഒരാളുടെ മതം കൂട്ടുകാരൻ്റെ മതം പോലെയായിരിക്കുമെന്ന് പ്രവാചകർ പഠിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മക്കളെ പരിചരിക്കുക, അവരുടെ സ്വഭാവ രീതികൾ നിരീക്ഷിക്കുക, അവരെ കേട്ടുകൊണ്ടിരിക്കുക, അവരുടെ ഒഴിവു സമയങ്ങളിൽ അവരെ നല്ല കാര്യങ്ങളിൽ വ്യാപൃതരാക്കുക. സാധ്യമാകുന്ന വിധം അവർക്കുത്ബോധനങ്ങൾ നൽകുക. കാരണം അവർ നമ്മുടെ ചുമലിലെ ഉത്തരവാദിത്വമാണ്. നമ്മെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന സൂക്ഷിപ്പു സ്വത്താണ്. അവരെ സംരക്ഷിക്കുന്നത് പിന്നീട് അവരെ ചികിത്സിക്കുന്നതിനേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ട കാര്യമാണ്. സത്യവിശ്വാസികളെ, ലഹരി വസ്തുക്കളിൽ നിന്ന് സമൂഹത്തിന് സംരക്ഷണം നൽകുക എന്നത് എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ്. പ്രവാചകർ പറഞ്ഞതുപോലെ, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. നാം ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്. ആ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരുമാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ ദേശീയ ലഹരി വിരുദ്ധ സംവിധാനങ്ങൾ ഇപ്പോൾ ലഹരിയെ ഉന്മൂലനം ചെയ്യാൻ നമുക്കൊന്നിച്ചു നിൽക്കാം എന്ന പേരിൽ ക്യാമ്പയിൻ ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കും അവരോടൊപ്പം ഉത്തരവാദിത്ത ബോധത്തോടെ സഹകരിക്കാം. ലഹരിയുടെ പരീക്ഷണങ്ങളിൽ അകപ്പെട്ടുപോയവർക്ക് തിരിച്ചു വരാനുള്ള, തൗബ ചെയ്യാനുള്ള അവസരങ്ങൾ തുറന്നുകിടക്കുകയാണ്. ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്. ലഹരിയോട് നാം വിട പറയുമ്പോൾ നമ്മുടെ പുതിയ ജീവിതം ആരംഭിക്കുന്നു. ഭൗതികവും
പാരത്രികവുമായ വിജയം സുനിശ്ചിതമാവുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.